ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയുടെ വരും ദിവസത്തെ സൂപ്പർ പ്രമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും. അതിനോടൊപ്പം നമ്മൾ ഈ ചാനലിൽ ഷോർട്ട് വീഡിയോസ് കൂടി ഇരുന്നുണ്ട്. അതും കൂടെ കയറി കാണുവാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അങ്ങനെ വരും ദിവസത്തിൽ സുധീഷിൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് വലിയൊരു ഭയപ്പെടുത്തുന്ന സംഭവം തന്നെയാണ്. സുധീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, എല്ലാവരുടെയും മുൻപിൽ വെച്ച് അതിക്രൂരമായി സുധീഷിനെ മർദ്ദിക്കുകയും തൻ്റെ ഏകയാശ്രയമായ ഡ്രൈവിംഗ് അതിലെ ലൈസൻസ് റദ്ദാക്കുകയൊക്കെ ചെയ്യുന്ന ചില സംഭവവികാസങ്ങളൊക്കെയാണ് വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അങ്ങനെ സുധീഷ് ഡ്യൂട്ടിക്ക് പോയിട്ട് വരാൻ താമസിക്കുമ്പോൾ നികേഷ് വിളിക്കുന്നുണ്ട്. വിളിച്ചു കഴിഞ്ഞപ്പം സുധീഷ് വാഹനത്തിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരുവാനുള്ള ആ തത്രപ്പാടിൽ വേഗം വരുമ്പോൾ അതിനു മുമ്പ് തന്നെ വലിയ ടെൻഷൻ അടിച്ചാണ് സുധീഷ് പോയത്. അതുപോലെ തന്നെ അച്ഛൻ്റെ പരിഹാസമൊക്കെ ഇങ്ങനെ കേട്ട് വളരെ ദുഃഖിതനായിട്ടാണ് ഇരുന്നത്. ഇങ്ങനെ എന്തായാലും നിധിയൊക്കെ കാത്തിരിക്കുകയാണ് എന്ന് കേട്ടപ്പോൾ വളരെ വെപ്രാളത്തോടു കൂടി വരുന്ന വഴിയിൽ ഒരു ബൈക്ക് യാത്രക്കാരനുമായിട്ട് ആക്സിഡൻറ്റ് ഉണ്ടാവുകയും അങ്ങനെ ഒടുവിൽ സുധീഷ് വളരെ ദേഷ്യത്തിലായിരുന്നു. തൻ്റെ അമർഷം മുഴുവൻ ആ ബൈക്ക് യാത്രക്കാരനോട് തീർക്കുകയാട്ടോ. എൻ്റെ ബൈക്ക് യാത്രക്കാരനോട് പറയുകയാണ്, നീ എവിടെ നോക്കിയാണ് വാഹനം ഓടിക്കുന്നത്, നിനക്ക് വാഹനം ഓടിക്കാൻ ആരാണ് ലൈസൻസ് തന്നത് എന്നൊക്കെ ചോദിച്ച് ഈ പയ്യനോട് വഴക്കുണ്ടാക്കുന്നൊരു ഭാഗമുണ്ട് കേട്ടോ. അങ്ങനെ പയ്യനും എതിർത്ത് നിൽക്കുന്നുണ്ടെങ്കിലും സുധീഷ് തൻ്റെ ദേഷ്യം മുഴുവൻ ആ ചെറുപ്പക്കാരൻ്റെ മേൽ വെക്കുകയാണ്. സത്യത്തിൽ സുധീഷിൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. പക്ഷേങ്കിൽ ആ അമർഷം അല്ലെങ്കിൽ തൻ്റെ മനസ്സിലിരിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അവിടെ തീർക്കുമ്പോൾ ആ പയ്യൻ തൻ്റെ അച്ഛൻ അവിടുത്തെ SP ആയിരുന്നു, പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എന്നുള്ള സത്യം സുധീഷിന് അറിയില്ലായിരുന്നു. ഉടൻ തന്നെ ഈ പയ്യൻ പോലീസിനെ വിളിക്കുകയും വേഗത്തിൽ പോലീസ് വന്ന് ഈ പയ്യൻ്റെ പരാതി പ്രകാരം സുധീഷിനെ അവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ സുധീഷ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു. അവിടെ വെച്ച് സുധീഷിൻ്റെ മേൽ വലിയ കുറ്റങ്ങൾ ചാർത്തപ്പെടുകയാണ്. സുധീഷ് ആ പയ്യനെ മനഃപൂർവ്വം ഇടിച്ചു കൊല്ലുവാൻ ശ്രമിച്ചതാണെന്നും അങ്ങനെ FIR എഴുതി പോലീസ് സ്റ്റേഷനിൽ വെച്ച് സുധീഷിനെ മർദ്ദിക്കുകയും അതിനുശേഷം ലോക്കപ്പിലിടുകയും ചെയ്യും. ഇതിനുശേഷം സുഭാഷ് ഈ സംഭവം അറിയുകയും സുഭാഷും നികേഷും ഹരീഷും നിധിയും എല്ലാം കൂടെ പോലീസ് സ്റ്റേഷനിൽ വന്ന് പോലീസുകാർ കാര്യം അന്വേഷിക്കുമ്പോൾ ഇങ്ങനെ പോലീസുകാർ പറയുകയാണ്, അവൻ ഒരു പയ്യനെ ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചെന്നും മാത്രമല്ല അവനുമായിട്ട് വാക്കുതർക്കമുണ്ടായി ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു. അത് വേറെ ആരുമല്ല, ഈ പോലീസ് ഞങ്ങളുടെ ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ മകനായിരുന്നു, SP യുടെ മകനായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഞെട്ടി കേട്ടോ. അങ്ങനെ ഒടുവിൽ സുഭാഷും നിധിയുമൊക്കെ പോലീസുകാരുടെ കാല് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒടുവിൽ സുധീഷിനോട് ഒരു കാര്യം പറയാണ്, ഈ പയ്യനോട് മാപ്പ് പറയാണ്. പക്ഷെങ്കിൽ അതൊന്നും സുധീഷ് ചെയ്യുന്നില്ല. എടുത്തിയാട്ടത്തിൽ സുധീഷ് അതിന് തയ്യാറാകാതെ വരികയും പോലീസുകാരോട് തട്ടിക്കയറുകയും ചെയ്യുമ്പോൾ നിധിയുടെ മുൻപിൽ വെച്ച് ഈ പോലീസുകാർ ഈ സുധീഷിനെ മർദ്ദിക്കുകയും അതിനുശേഷം SP വരികയും അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറയുകയും ഒക്കെ ചെയ്യുന്നൊരു ഭാഗമുണ്ട്. ഒടുവിൽ എന്തായാലും ഒരുപാട് കാല് പിടിച്ചതിന് ശേഷം സുധീഷ് അവിടുന്ന് ജയിൽ മോചിതനാകുന്നു. ജയിൽ മോചിതനല്ല, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരുന്നു. ഈ സമയത്ത് ഒരു പണിഷ്മെൻ്റായിട്ട് സുധീഷിൻ്റെ ജോലി ചെയ്യുവാൻ പറ്റാത്ത വിധം സുധീഷിൻ്റെ ആ ലൈസൻസ് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്ന ഒരു ഭാഗമൊക്കെയുണ്ട്. അതിനുശേഷമാണ് സുധീഷ് വളരെ സങ്കടത്തോടു കൂടി വീട്ടിൽ വരുമ്പോൾ എല്ലാവരും ഉപദേശിക്കുന്നുണ്ടെങ്കിലും ആ ഉപദേശമൊന്നും കേൾക്കാൻ കഴിയാതെ വളരെ ടെൻഷൻ അടിച്ച് സുധീഷ് എല്ലാവരോടും തട്ടിക്കീറുന്ന ചില ഭാഗങ്ങളും അതിനുശേഷം വലിയ സംഭവ വികാസങ്ങളൊക്കെ ആ വീട്ടിൽ നടക്കുന്നതൊക്കെ നമുക്ക് വരും ദിവസത്തെ എപ്പിസോഡിൽ കാണാം. അപ്പോൾ അതൊക്കെ നമുക്ക് ഓരോ ദിവസത്തെ പ്രമോ വിശേഷത്തിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ വഴി നിങ്ങളുടെ വിശേഷം സുധീഷിനെ ഇതിൻ്റെ വിശേഷം അറിയണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് തന്നെ ഞങ്ങൾ പ്രമോ വിശേഷം പറയുന്നതായിരിക്കും. വീണ്ടും കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.